പ്രിയപ്പെട്ട ടീമിന്റെ തോൽവി ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? കാക്കനാട് സ്വദേശിയായ 26-കാരൻ അക്ഷയ് എന്ന അച്ചുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. ബ്രസീൽ തോറ്റത് കൊണ്ടാണോ നമ്മുടെ അക്ഷയ് ഇന്നും തളർവാത പിടിപെട്ട് കിടക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്നത് പോലെ 2022 വേൾഡ് കപ്പിൽ ബ്രസീൽ ക്രൊയേഷ്യ മത്സരം കാണുന്നതിടെയായിരുന്നു നമ്മുടെ അക്ഷയ് കുഴഞ്ഞു വീണത്. അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചപ്പോഴാണ് മനസ്സിലായത് ഹൈ ആയിട്ടുള്ള ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ രക്തക്കുഴൽ സംബന്ധമായിട്ടുള്ള രോഗമുണ്ടെന്നും കണ്ടെത്തിയത്. ഇതിന്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കും? ഒരിക്കലും ഫുട്ബോൾ മത്സരം ബ്രെയിനിൽ ബ്ലഡ് കോട്ട് ഉണ്ടാക്കില്ല. പക്ഷേ അക്ഷയയുടെ കേസിൽ നമുക്കറിയാം, അന്ന് ബ്രസീൽ കളി തോക്കുകയും അതിന്റെ മാനസിക സമ്മർദ്ദം കാരണം ബ്ലഡ് പ്രഷർ കൂടുകയും അത് കാരണം നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന അസുഖത്തെ കൂട്ടാനും ഇന്നത്തെ അവസ്ഥയിൽ അക്ഷയ് എത്താനും കാരണമായത്. അതുകൊണ്ട് തന്നെ ഇത് വേൾഡ് കപ്പ് ടൈമാണ്, മത്സരമാണ്, ഫുട്ബോളാണ്. ഏത് രീതിയിലും നമ്മളെ റിസൾട്ട് നമുക്ക് പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടും വരാം. ഒരിക്കലും അത് പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ അത് നമ്മളെ മനസ്സിന് കൊടുക്കുന്ന രീതിയിലോ നമ്മൾ ഒരിക്കലും കൊണ്ടുപോകരുത്. ഫുട്ബോൾ എന്നും ഫുട്ബോൾ ആയിട്ട് അതിന്റെ പാഷൻ നിലനിർത്തി അതിനെ എൻജോയ് ചെയ്യുക. ഒരിക്കലും ഫുട്ബോൾ പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക. ഫുട്ബോൾ എന്നും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക. നമുക്കറിയില്ല നമ്മുടെ ശരീരത്തിൽ എന്ത് അസുഖമാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന്. അത് ട്രിഗർ ചെയ്യാൻ ഇതുപോലത്തെ അവസ്ഥകൾ വന്നെത്തിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓർക്കുക, കളിയെ സ്നേഹിക്കാം. ഒരിക്കലും ഒരു കളിയും നമ്മുടെ ആരോഗ്യത്തെക്കാൾ വലുതല്ല.